എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ. ലേസർ ഹെയർ റിമൂവൽ, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ടാറ്റു റിമൂവൽ, കാർബൺ പീൽ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി, കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം. ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ. അസീസിയ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക് സെന്റർ, പൊറ്റത്തപ്പടി, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ഫോറിൻ മാർക്കറ്റിൽ പുതിയൊരു വ്യാപാര സംഘടന നാളെ രൂപം കൊള്ളും. വിദേശ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണന കേന്ദ്രമായ തിരൂർ ഫോറിൻ മാർക്കറ്റിലെ ബിസിനസ് രംഗം ആഗോള മാർക്കറ്റിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാർക്കറ്റിലെ സംഘടനാ പ്രവർത്തനം വിപുലീകരിക്കുകയാണ്. ഇതിനായി കൂടുതൽ കരുത്തുറ്റ നേതൃത്വവുമായി ഫോറിൻ മാർക്കറ്റ് ഒരു അസോസിയേഷന് രൂപം നൽകുകയാണ്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങ് വ്യാഴാഴ്ച വൈകിട്ട് 4:30 തിരൂർ ഫോറിൻ മാർക്കറ്റിൽ നടക്കും. കേരളത്തിനകത്തും പുറത്തും വളരെ പ്രസിദ്ധമായ, പ്രത്യേകിച്ചും ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങളുടെ ഒരു B2B, ഒരു ഹോൾസെയിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള നിലക്ക് കഴിഞ്ഞ 30 വർഷക്കാലമായി അതിൻ്റെ ചെറിയ ഘട്ടം മുതൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഏകദേശം 500-ൽ പരം 1000-ഓളം ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന, ഒരുപക്ഷെ കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ ഇത്തരം വിവിധ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ സംവിധാനങ്ങളുള്ള ഒരു മാർക്കറ്റ് ഇത്തരത്തിൽ വേറെയുണ്ടോ എന്നുള്ളത് സംശയമാണ്. പലപ്പോഴും നമ്മൾ പല മാർക്കറ്റുകളിലും പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഒരു ഹോൾസെയിൽ സംവിധാനമാണ്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആക്സറീസോ അല്ലെങ്കിൽ ഒരു ഗ്രോസറിയോ അല്ലെങ്കിൽ ക്രോക്കറിയോ നടത്തുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ മറ്റ് B2B ബിസിനസ്സുകൾ ഉണ്ടാവാറില്ല. മിനിമം 100-ൽ പരം കമ്മോഡിറ്റികളുടെ ഐറ്റംസിൻ്റെ ഒരു ഹോൾസെയിൽ ഉൽപ്പന്നം ലഭിക്കുന്ന ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യാപാര സമുച്ചയമാണ് തിരൂർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അറിയാം, ഇനി നമ്മുടെ മാർക്കറ്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്ലോബൽ അറ്റൻഷൻ. വിഴിഞ്ഞം പദ്ധതിയൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരുപക്ഷെ ചൈന പോലെയുള്ള ഗ്ലോബൽ സോഴ്സ് പ്രൊഡക്റ്റിനെ നമ്മൾ ലോകം ആശ്രയിക്കുന്ന 80% പ്രൊഡക്ട്സും ഒരുപക്ഷെ ചൈനയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ലഭ്യമാകുന്ന മറ്റ് രാജ്യങ്ങളായിരിക്കാം. പലപ്പോഴും ചൈനയിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള ഷിപ്പ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിലും ഫാസ്റ്റായിട്ട് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി 10 ദിവസത്തിൻ്റെ ഉള്ളിൽ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ സംജാതമാവുകയാണ്. നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആവും എന്ന് പറയുന്നത് പോലെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ പല മാർക്കറ്റുകളും ഇന്ന് നാമാവശേഷമായതുപോലെ നേരത്തെ തിരുവനന്തപുരം, മറ്റു കേരളത്തിൽ തന്നെ പല ജില്ലകളിലും ഇതുപോലെയുള്ള ഹോൾസെയിൽ സ്ഥാപനങ്ങൾ ഇത്രമാത്രം ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നതൊരു പേരിന് മാത്രമായി ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും അവരിലേക്ക് സാധനം പോകുന്ന ഒരു മാർക്കറ്റായി ചുരുങ്ങിപ്പോയത് പല സിറ്റുവേഷനുകളും അത് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള സംവിധാനത്തെ ഒന്ന് വിപുലപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട് എന്ന തിരൂർ ഫോറിൻ മാർക്കറ്റിലെ ഒത്തിരി എൻ്റർപ്രണേഴ്സ്, കച്ചവട സംരംഭകരുടെ ഒരാവശ്യം മുൻനിർത്തിയാണ് ഒരു ബിസിനസ് കൂട്ടായ്മ അവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്
അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള ആഗോളതലത്തിലുള്ള ബിസിനസ് നിലവിലുള്ള സ്റ്റെപ്പിൽ നിന്നും ഒന്നുകൂടി സ്കെയിലപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ ബിസിനസ്സിനെ എങ്ങനെ പൂർവാധികം മുന്നോട്ട് നയിക്കാം, എന്തെല്ലാം പ്രതിസന്ധികളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ട്രെയിനിങ് ആവശ്യമുള്ളത്, ഏതൊക്കെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഫെയിലിയറായിട്ട് നിൽക്കുന്നത്, എങ്ങനെ ഇതിനെ എല്ലാ നിലക്കും വളർത്തിയെടുക്കാം എന്ന ആശയത്തിൽ നിന്നാണ് ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച് ആലോചന വരികയും ആ സംവിധാനത്തിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു പ്രഖ്യാപനം എന്നുള്ള നിലക്ക് നാളെ വൈകുന്നേരം 4:30 മണിക്ക് ഫോറിൻ മാർക്കറ്റിലെ ഫോർസ എന്ന് പറയുന്ന ബിൽഡിങ്ങിന് സമീപത്ത് വെച്ച് നമ്മൾ വളരെ വിപുലമായ പരിപാടിയോടുകൂടി, എന്നാൽ വളരെ ഷോർട്ട് പീരീഡിലുള്ള ഒരു പ്ലാനിങ് ആയതുകൊണ്ട് പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുവാനാണ് ഇതിൻ്റെ സംഘാടകർ എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി സഹകരിച്ചാണ് സംഘടന പ്രവർത്തിക്കുക. വ്യാപാരികൾക്ക് ലോകോത്തര മാർക്കറ്റുകളുമായി ഇടപഴകി വിദേശ ഉൽപ്പന്നങ്ങൾ തിരൂരിലെത്തിക്കാനുള്ള കൂടുതൽ സൌകര്യമൊരുക്കും. വ്യാപാരികളുടെ വ്യക്തിത്വ വികസനം, കുടുംബ ഭദ്രത, സാമ്പത്തിക ഭദ്രത എന്നിവ ഉറപ്പുവരുത്തും. AI സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഫോറിൻ മാർക്കറ്റും വിപണന രംഗത്ത് ഏറെ മാറ്റങ്ങൾ വരുത്തുകയാണ്. വിലക്കുറവിൽ ഗുണമേന്മയുള്ള കൂടുതൽ വിദേശ വസ്തുക്കൾ മാർക്കറ്റിലെത്തിക്കുന്നതിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമം. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്ക് സ്വീകരണവും തിരൂർ ഫയർഫോഴ്സിനുള്ള ആദരവും നടക്കും. നഗരസഭാ കൌൺസിലർമാരായ ഗഫൂർ പി ലിലീസ്, അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ, അൻവർ പാറയിൽ, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാബ, വർക്കിംഗ് പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസൻ, ട്രഷറർ PA റഷീദ്, വാർഡ് കൌൺസിലർ അഷ്റഫ് തറമൽ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KT ഇബ്നുൽ വഫ, VA ഹംസ ഹാജി, AMK മജീദ്, ബാബു കേരള, നിസാർ വർട്ടോ, റഫീഖ് പെരുന്തല്ലൂർ, VA അൻവർ സാദത്ത്, ജംഷിദ് സാഫ്, VV മുജീബ്, നിസാർ ഐ മാസ്റ്റർ, ഷമീർ ഫോണിക്സ്, ആഷിഫ് മുഹല്ലത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.